വെൽക്കം ബാക്ക്. B.Ed സെക്കൻഡ് സെമസ്റ്ററിലെ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് റൂബ്രിക്സിനെ കുറിച്ചാണ്. എന്താണ് റൂബ്രിക്സ് എന്നതിനെക്കുറിച്ച് ഏകദേശ ധാരണ നിങ്ങൾക്ക് ഉണ്ടാകും, ഓപ്ഷൻ ക്ലാസ്സിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. എനിവേ, മീനിങ് ഓഫ് റൂബ്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കോറിംഗ് ഗൈഡ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദ സ്റ്റുഡൻസ്. വിദ്യാർത്ഥികളുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് റൂബ്രിക്സ് എന്ന് പറയുന്നത്. ഇതിന് പല രീതിയിലുള്ള മീനിങ്സും ഡെഫിനിഷൻസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവാലുവേഷൻ ഈസ് ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ദ സ്കെയിൽ ഓഫ് റൂബ്രിക്സ്. പല രീതിയിലുള്ള റൂബ്രിക്സ് ഉണ്ട്. നമുക്ക് 5 പോയിൻറ്റുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഗുഡ്, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള റൂബ്രിക്സുകളുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ആ മീനിങ്സൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് റൂബ്രിക്സ് ആണ്. റൂബ്രിക്സിൻ്റെ ഇമ്പോർട്ടൻസുകൾ പറയുമ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് ഡിസ്ക്രിപ്റ്റീവ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ്. ഡിസ്ക്രിപ്റ്റീവ് ഫീഡ്ബാക്ക് വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റും. ഇറ്റ് അലൗസ് അക്യുറേറ്റ്, അൺബയാസ്ഡ് ആൻഡ് കൺസിസ്റ്റൻറ്റ് സ്കോറിംഗ്. അക്യുറേറ്റ് ആയിട്ട്, അതായത് എക്സാക്റ്റ് ആയിട്ടുള്ള സ്കോർ നമുക്ക് കൊടുക്കാൻ പറ്റും. അൺബയാസ്ഡ്, ഒന്നെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ചീത്ത എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. കൺസിസ്റ്റൻറ്റ് സ്കോറിംഗ്. ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലേണിംഗ് ടാർഗറ്റ് ആൻഡ് ദെയർ ലെവൽ ഓഫ് പെർഫോമൻസ്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ റൂബ്രിക്സ് കൊണ്ട് കഴിയും. ഇറ്റ് ഹെൽപ്പ് ദ ടീച്ചേഴ്സ് ടു ടീച്ച് ആൻഡ് അസസ് ദ സ്റ്റുഡൻസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ടൈപ്സ് ഓഫ് റൂബ്രിക്സിൽ പറയുന്നത്, ഇതിൽ 4 ടൈപ്പ് പറയുന്നുണ്ടെങ്കിലും മെയിനായിട്ട് 2 ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹോളിസ്റ്റിക് റൂബ്രിക്സും അനലിറ്റിക് റൂബ്രിക്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ജനറൽ റൂബ്രിക്സും ടാസ്ക് സ്പെസിഫിക് റൂബ്രിക്സും കൂടി നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ മെയിൻലി 2 ടൈപ്സ്, ഹോളിസ്റ്റിക് റൂബ്രിക്സ് ആൻഡ് അനലിറ്റിക് റൂബ്രിക്സ്, ആൻഡ് വി ക്യാൻ ഓൾസോ ആഡ് ജനറൽ റൂബ്രിക്സ് ആൻഡ് ടാസ്ക് സ്പെസിഫിക് റൂബ്രിക്സ്. ഓക്കെ, ഇതിലാദ്യം പറയുന്നത് ഹോളിസ്റ്റിക് റൂബ്രിക്സ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ സിംഗിൾ സ്കോർ ബേസ്ഡ് ഓൺ ഓവറോൾ ഇംപ്രഷൻസ് ഓഫ് ലേണർ അച്ചീവ്മെൻറ്റ് ഓൺ എ ടാസ്ക്. എക്സാമ്പിൾ കോഴ്സ് ഗ്രേഡ്. നമ്മൾ സാധാരണ ഒരു വർഷം തുടക്കം മുതൽ അവസാനം വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എല്ലാത്തിനും കൂടിയിട്ട് നമ്മൾ അവസാനം ഒരു സ്കോർ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രേഡ് കൊടുക്കുക. അതാണ് ഇവിടെ ഹോളിസ്റ്റിക് റൂബ്രിക്സ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ മെറിറ്റുകൾ പറയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. സ്കോറിംഗ് ഈസ് ഫാസ്റ്റർ ദാൻ അനലിറ്റിക് റൂബ്രിക്സ്, ഗുഡ് ഫോർ സമ്മേറ്റീവ് അസസ്മെൻറ്റ്, പ്രൊവൈഡ് ഓവർവ്യൂ ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ്. അതാണ് ഹോളിസ്റ്റിക് റൂബ്രിക്സ് പറയുന്നത്. രണ്ടാമത് അനലിറ്റിക് റൂബ്രിക്സ് ആണ്. ഇറ്റ് പ്രൊവൈഡ്സ് സ്പെസിഫിക് ഫീഡ്ബാക്ക് അലോങ് സെവറൽ ഡയമെൻഷൻസ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് സമ്മേറ്റീവ് ആണ്, ഇത് ഫോർമേറ്റീവ് ആണ് ഇൻ നേച്ചർ. അതിൽ ഈച്ച് അസസ്മെൻറ്റ് ക്രൈറ്റീരിയ ഈസ് ഇവാലുവേറ്റഡ് സെപ്പറേറ്റ്ലി. എക്സാമ്പിൾ അസസ്മെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് റൂബ്രിക്സിലൂടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയാണ് അനലിറ്റിക് റൂബ്രിക്സ് ഉള്ളത്. ഫ്ലുവൻസി ഇൻ ലാംഗ്വേജ്, ക്ലാരിറ്റി, സ്പീഡ്, യൂസ് ഓഫ് ഗ്രാമർ, അങ്ങനെ ഓരോന്ന് സ്പെസിഫൈ ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. റൂബ്രിക്സിൻ്റെ ചില അഡ്വാൻറ്റേജസ് നോക്കാം. ഡാറ്റ അനാലിസിസ് ബിക്കം ഈസിയർ, ഗ്രേഡിംഗ് കൺസിസ്റ്റൻസി, reduce time spent on grading, reduce uncertainty by giving description, help instructors to communicate requirements to students, clarity in assessment, provides both qualitative and quantitative data, helps to improve performance, understand strength and weakness clearly, shows areas in need of improvement. ഇത്രയെങ്കിലും അഡ്വാൻറ്റേജസ് നമ്മൾ നോക്കി വെക്കുക. നെക്സ്റ്റ് ഇതിനെ കുറച്ച് ഡിസഡ്വാൻറ്റേജസും കൂടി നമുക്ക് പറയാൻ പറ്റും. ഡെവലപ്മെൻറ്റ് ഓഫ് റൂബ്രിക്സ് ഈസ് കോംപ്ലക്സ് ആൻഡ് ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. അത് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലെസ് ഫ്ലെക്സിബിൾ, എല്ലാ കാര്യത്തിനും പോലെ ഫ്ലെക്സിബിൾ അല്ല, ഇത് ലെസ് ഫ്ലെക്സിബിൾ ആണ്. ഇൻ ദ ക്രൈറ്റീരിയ യൂസ്ഡ് ഇൻ ദ റൂബ്രിക്സ് ഈസ് കോംപ്ലക്സ്, ദ ചാൻസ് ഫോർ സക്സസ് ബിക്കം ലെസ്. അത്രയും ഡിസഡ്വാൻറ്റേജസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഈ റൂബ്രിക്സിന് ചെറിയൊരു എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ടോപ്പിക്ക് വൈസ് എക്സലൻ്റ് ആണോ, കോമ്പിറ്റൻ്റ് ആണോ, നീഡ്സ് വർക്ക് അല്ലെങ്കിൽ നീഡ് ഇമ്പ്രൂവ്മെൻ്റ് ആണോ. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇനി കണ്ടൻറ്റ് വൈസ് ആണെങ്കിൽ എക്സലൻ്റ് ആണോ, കോമ്പിറ്റൻ്റ് ആണോ, നീഡ്സ് വർക്ക്, ആ രീതിയിലാണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്നിൽ അടയാളപ്പെടുത്തി വെക്കുക. അത് മുഴുവനായിട്ട് നമുക്കതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് റൂബ്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതല്ലാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് അത് നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രേഡ് കൊടുക്കാൻ പറ്റും. ABCD എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേഡ് കൊടുക്കാൻ പറ്റും. അതാണ് ഈ റൂബ്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, അസസ്മെൻറ്റ് ടൂൾസ് ഫോർ അഫക്റ്റീവ് ഡൊമെയിൻ.
നമുക്കറിയാം ബ്ലൂംസ് ടാക്സോണമിയിൽ 3 ഡൊമെയിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തേത് കൊഗ്നിറ്റീവ് ഡൊമെയിൻ, അത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത്. രണ്ടാമത് വരുന്നതാണ് അഫക്റ്റീവ് ഡൊമെയിൻ. ഈ അഫക്റ്റീവ് ഡൊമെയിൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ ഒരാളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, വാല്യൂസ്, മോട്ടിവേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് അതൊക്കെയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അഫക്റ്റീവ് ഡൊമെയിൻ ഈസ് വൺ ഓഫ് ദ 3 ഡൊമെയിൻ ഇൻ ബ്ലൂംസ് ടാക്സോണമി. ഇറ്റ് ഈസ് റിലേറ്റഡ് ദ ഫീലിങ്സ് ഫീൽഡ് ആൻഡ് കൺസേൺഡ് വിത്ത് ദ ഫീലിങ്സ്, ഇമോഷൻസ്, വാല്യൂസ്, മോട്ടിവേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് അഫക്റ്റീവ് ഡൊമെയിൻ. അപ്പോൾ ഈ അഫക്റ്റീവ് ഡൊമെയിനിലെ ഈ ഫീലിങ്സ്, മോട്ടിവേഷനൊക്കെ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് നമ്മൾ അസസ്മെൻറ്റ് ടൂൾസ് ഫോർ അഫക്റ്റീവ് ഡൊമെയിനിൽ നമ്മൾ പറയുന്നത്. 3 തരത്തിലുള്ള ടൂൾസുകളാണ് നമ്മൾ ഈ അഫക്റ്റീവ് ഡൊമെയിൻ്റെ അസസ്മെൻറ്റ് ടൂൾസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ, ദെൻ മോട്ടിവേഷൻ സ്കെയിൽ, തേർഡ് വൺ ഇൻട്രസ്റ്റ് ഇൻവെൻ്ററി. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. അതിൻ്റെ മീനിങ് അതിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു റിയാക്ട് ഇൻ എ സെർട്ടൻ വേ ടുവേർഡ്സ് എ പെർട്ടിക്കുലർ സ്റ്റിമുലസ്, ഒബ്ജക്റ്റ്, സിറ്റുവേഷൻ, പ്രോസസ് ഓർ ഫിനോമിനൻ. ഇറ്റ് മേ ബി പോസിറ്റീവ്, ന്യൂട്രൽ ഓർ നെഗറ്റീവ്. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഒരു ഇൻഡിവിജ്വൽ ആ ഒരു കാര്യത്തെ ഏത് രീതിയിലാണ് കാണുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോഭാവം എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഈ ആറ്റിറ്റ്യൂഡ് സ്കെയിലിൽ പ്രതിപാദിക്കുന്നത്. അത് പോസിറ്റീവാകാം, നെഗറ്റീവാകാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിരിക്കാം. അതിനെക്കുറിച്ചൊരു ഡെഫിനിഷൻ തേഴ്സ്റ്റൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അക്കോർഡിംഗ് ടു തേഴ്സ്റ്റൺ, ആറ്റിറ്റ്യൂഡ് is the degree of positive and negative affect associated with some psychological object. അതാണ് തേഴ്സ്റ്റൺ ഈ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് സ്കെയിലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആറ്റിറ്റ്യൂഡ് സ്കെയിൽ നമുക്ക് രണ്ടാക്കി തരംതിരിക്കാൻ പറ്റും. ഒന്ന് ലിക്കേർഡ് സ്കെയിൽ, സെക്കൻഡ് വൺ തേഴ്സ്റ്റൺ സ്കെയിൽ. ആദ്യം ലിക്കേർഡ് സ്കെയിലിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ലിക്കേർഡ് സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് റെൻസിസ് ലിക്കേർട്ട് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ്. 1932 കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഫേവറബിൾ ആൻഡ് അൺഫേവറബിൾ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്ന ഈ സ്കെയിൽ ഫേവറബിൾ ക്വസ്റ്റ്യൻസും അൺഫേവറബിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളും ഉണ്ടാകും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നെങ്കിൽ അത് എഗ്രി ചെയ്യും, അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യും, അല്ലെങ്കിൽ സ്ട്രോങ്ലി എഗ്രി, ഇങ്ങനെ നമുക്ക് 4-5 ഓപ്ഷൻസൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവാലുവേഷൻ ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഹൗ well it discriminates between those persons whose total score is high and whose total score is low. അവരുടെ സ്കോറിനനുസരിച്ചാണ്. അവർക്കിപ്പോൾ നമുക്ക് സ്ട്രോങ്ലി എഗ്രി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക്, അത് എഗ്രി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്ക്, അങ്ങനെ നമുക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. അപ്പോൾ ടോട്ടൽ മാർക്ക് നോക്കിയിട്ട് അതിൻ്റെ ഡിസ്ക്രിമിനേഷൻ പവർ നമുക്കതിൽ മനസ്സിലാക്കാൻ കഴിയും. അതാണ് ലിക്കേർഡ് സ്കെയിൽ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അതിൽ കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് ഈ ലിക്കേർഡ് സ്കെയിലിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഡിഫൈൻ ദ ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യും. അപ്പോൾ ആറ്റിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്തതിന് ശേഷം ഡിറ്റർമിൻ റിലേറ്റഡ് ഏരിയാസ് ഓഫ് കമ്പോണൻസ്. നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡ് സ്കെയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് നമ്മൾ ഡിഫൈൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കോമ്പോണൻസിന്. ദെൻ റൈറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ചിലപ്പോൾ ഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ അൺഫേവറബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആവാം. അങ്ങനെ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എഴുതിയതിന് ശേഷം ദെൻ ഗ്രേഡഡ് റെസ്പോൺസസ് ആർ ഗിവൺ ഫോർ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സാധാരണയായിട്ട് അതിൽ 5 പോയിൻ്റ് ആണ് വരുന്നത്. ഇപ്പോൾ സ്ട്രോങ്ലി എഗ്രി ആണെങ്കിൽ നമുക്കതിൽ 1 പോയിൻ്റ്, എഗ്രി ആണെങ്കിൽ നമുക്ക് 2 പോയിൻ്റ്, അങ്ങനെ നമുക്ക് ഓരോ രീതിയിൽ നമ്മളത് കൊടുക്കും. ദെൻ വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓപ്ഷൻസ് സച്ച് ആസ് സ്ട്രോങ്ലി എഗ്രി, അൺഡിസൈഡഡ്, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പല രീതിയിലും കൊടുക്കും. അതിന് 5 പോയിൻറ്റുകൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 5 പോയിൻറ്റുകൾ 5, 4, 3, 2, 1 എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ സ്ട്രോങ്ലി എഗ്രി ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നമ്മൾ മാർക്ക് കൊടുക്കും. അതേപോലെ അത് 5 മാർക്കായിരിക്കാം. അല്ലെങ്കിൽ രണ്ടാമത് പറയുന്നത് എഗ്രി ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും. അപ്പോൾ നേരെ തിരിച്ചും കൊടുക്കാം. ഫേവറബിൾ സ്റ്റേറ്റ്മെൻറ്റും അൺഫേവറബിൾ സ്റ്റേറ്റ്മെൻറ്റും അനുസരിച്ചായിരിക്കും നമ്മൾ ആ മാർക്കുകൾ കൊടുക്കുക. ഇപ്പോൾ ഈ ഉദാഹരണം നോക്കുക. ഈ ഉദാഹരണത്തിൽ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിൽ 5 പോയിൻ്റ് ലിക്കേർഡ് സ്കെയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ 5 പോയിൻ്റ് ലിക്കേർഡ് സ്കെയിലിൽ ഇപ്പോൾ നമ്പറിങ് എന്ന് പറയുന്നത് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്ട്രോങ്ലി എഗ്രി, ന്യൂട്രൽ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. അപ്പം ഐ ലൈക്ക് സ്റ്റോക്ക് മാർക്കറ്റ്.
അത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിന് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ സ്ട്രോങ്ലി എഗ്രി ആയിരിക്കാം, അല്ലെങ്കിൽ എഗ്രി മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ന്യൂട്രൽ, അതിന് പ്രത്യേകിച്ചൊരു അഭിപ്രായമൊന്നും അവർക്ക് ഉണ്ടാവില്ല. ദെൻ ഡിസഗ്രി ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി ആയിരിക്കാം. അത് ഓരോ ആളുകളുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച്, അവരുടെ അഭിരുചിക്ക് അനുസരിച്ചാണ് ഉണ്ടാവുക. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഐ ലൈക്ക് സ്റ്റോക്കുകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അത് ചിലപ്പോൾ ഓരോരുത്തരനുസരിച്ച് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് അവർ പറയും. ഐ ലൈക്ക് മണി, അത് സ്ട്രോങ്ലി എഗ്രി ആയിരിക്കാം, അല്ലെങ്കിൽ എഗ്രി ആയിരിക്കാം. അങ്ങനെ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അത് കൊടുക്കും. ദെൻ ഐ ലൈക്ക് റിട്ടേൺ, അത് ആരൊക്കെയാണ് സ്ട്രോങ്ലി എഗ്രി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്കേർഡ് സ്കെയിൽ ഉപയോഗിച്ചിട്ട് പല ആളുകളുടെയും ആറ്റിറ്റ്യൂഡ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് ലിക്കേർഡ് സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ തേഴ്സ്റ്റൺ സ്കെയിലാണ് പറയുന്നത്. തേഴ്സ്റ്റൺ സ്കെയിലും ലിക്കേർഡ് സ്കെയിലും തമ്മിലുള്ള വ്യത്യാസം, ലിക്കേർഡ് സ്കെയിൽ സാധാരണ ഒരു 5 പോയിൻ്റ് സ്കെയിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. അതിലൊന്നെങ്കിൽ നമ്മൾ സ്ട്രോങ്ലി എഗ്രി, അല്ലെങ്കിൽ എഗ്രി, അല്ലെങ്കിൽ ന്യൂട്രൽ, ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി, ഇങ്ങനെ 5 പോയിൻ്റുകൾ മാത്രമേ നമ്മൾ സാധാരണയായിട്ട് അതിൽ ഉപയോഗിക്കാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇരട്ടിയോളം ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു തേഴ്സ്റ്റൺ സ്കെയിലുണ്ടാകും. അത് സ്ട്രോങ്ലി അൺഫേവറബിൾ മുതൽ സ്ട്രോങ്ലി ഫേവറബിൾ എന്ന് പറയുന്ന ആ രീതിയിൽ വരെ ഉണ്ടാകും ഈ ഒരു തേഴ്സ്റ്റൺ സ്കെയിലിൽ. അപ്പോൾ ഏകദേശം 11 പോയിൻ്റ് സ്കെയിലാണ് നമ്മൾ ഈ തേഴ്സ്റ്റൺ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് 5-ൽ കൂടുതൽ ഓപ്ഷൻസ്, ലിക്കേർഡ് സ്കെയിലിനേക്കാൾ കൂടുതൽ ഓപ്ഷൻസ് നമുക്കതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ന്യൂട്രൽ എന്ന് പറയുന്ന ആ ഒരു സംഭവം, ന്യൂട്രലിനേക്കാൾ കൂടുതൽ കുറച്ചെങ്കിലും ഒരാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോഭാവം ആ ഒരു പോസിറ്റീവ് ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ, ആ ന്യൂട്രലിനേക്കാൾ കുറച്ചും കൂടി കൂടുതലുണ്ടാകും. അല്ലെങ്കിൽ ന്യൂട്രലിനേക്കാൾ കുറവാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഈ തേഴ്സ്റ്റൺ സ്കെയിലിലൂടെ. അപ്പോൾ ഈ തേഴ്സ്റ്റൺ സ്കെയിലിൻ്റെ സ്റ്റെപ്സുകൾ ഇതിൽ പറയുന്നത്, സ്റ്റെപ്സ് ഫോർ പ്രിപ്പയറിംഗ് തേഴ്സ്റ്റൺ സ്കെയിൽ, എ ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് റിഗാർഡിംഗ് ആൻ ആറ്റിറ്റ്യൂഡ് ഒബ്ജക്റ്റ് ഈസ് കളക്റ്റഡ്. ദ ഐറ്റം ആർ ഗിവൺ ടു ലാർജ് നമ്പർ ഓഫ് ജഡ്ജസ്. Sort out these items into 11 categories independently. The sixth one denoted neutral position. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ തേർഡ് വൺ ആയിരിക്കും ന്യൂട്രൽ പൊസിഷനിൽ വരിക. ഇത് 6th വണ്ണാണ് ഏറ്റവും സെൻട്രൽ വരുന്നത്. 11th വൺ ഈസ് ഹയസ്റ്റ് ഫേവറബിൾ. ദ ഫസ്റ്റ് വൺ അറ്റ്മോസ്റ്റ് അൺഫേവറബിൾ, അല്ലെങ്കിൽ ഹയസ്റ്റ് അൺഫേവറബിൾ സിറ്റുവേഷൻ. ആ രീതിയിലാണ് നമുക്ക് ഈ തേഴ്സ്റ്റൺ സ്കെയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു തേഴ്സ്റ്റൺ സ്കെയിലൂടെ നമുക്ക് ലിക്കേർഡ് സ്കെയിലിനേക്കാൾ കൂടുതൽ ഡീപ്പായിട്ട് ഒരാളുടെ അഭിരുചിയെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതാണ് തേഴ്സ്റ്റൺ സ്കെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസസ്മെൻറ്റ് ടൂൾസിൽ രണ്ടാമത് പറയുന്നതാണ് മോട്ടിവേഷൻ സ്കെയിൽ. അപ്പോൾ എന്താണ് മോട്ടിവേഷനെ കുറിച്ച് നമുക്കൊരു മീനിങ് നോക്കാം. ദ വേർഡ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് മൗട്ടം, വിച്ച് മീൻസ് ടു മോഷൻ. Motivation is an internal force which accelerates a response or behavior. മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഒന്നെങ്കിൽ ഒരു കുട്ടിയുടെ, അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ അകത്ത് നിന്ന് അവർക്ക് സ്വന്തമായിട്ട് മൂവ് ചെയ്യാനുള്ള, മോഷൻ ചെയ്യാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ഫോഴ്സ്, അതാണ് ഈ മോട്ടിവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മോട്ടിവേഷൻ ഇസ് ആൻ ഇൻറ്റേർണൽ ഫോഴ്സ് വിച്ച് ആക്സിലറേറ്റ്സ് എ റെസ്പോൺസ് ഓർ ബിഹേവിയർ. അത് റെസ്പോൺസ് ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ബിഹേവിയർ ആക്സിലറേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് ഈ മോട്ടിവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഗിൽഫോർഡ് എന്ന് പറയുന്നൊരു സൈക്കോളജിസ്റ്റ് മോട്ടിവേഷനെ കുറിച്ചൊരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഡെഫിനിഷൻ, എ മോട്ടീവ് is a particular internal factor or condition that tends to initiate and sustain activity. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇറ്റ് ലീഡ്സ് ടു സെൽഫ് ആക്ച്വലൈസേഷൻ ഇൻ ലേണിംഗ്, മോട്ടിവേഷൻ സസ്റ്റെയിനിങ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ്, ഇറ്റ് ഡയറക്റ്റഡ് ടു സെലക്റ്റീവ് ഗോൾ, ഇൻറ്റേർണൽ കണ്ടീഷൻ ഓർ ഫാക്ടർ ഓഫ് ലേണിംഗ്. ഈ മോട്ടിവേഷനെ കുറിച്ച് സൈക്കോളജിയിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ടൈപ്സും, അത് ഏതൊക്കെ രീതിയിലുള്ള മോട്ടിവേഷനാണ് വരുന്നത്, എങ്ങനെയാണ് നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുന്നത്, ഇൻട്രൻസിക് മോട്ടിവേഷനാണ്, എക്സ്ട്രൻസിക് മോട്ടിവേഷനാണ് ഏറ്റവും നല്ലതൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൈക്കോളജി പേപ്പറിൽ നമ്മൾ പറയുന്നുണ്ട്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ സ്കെയിലാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ മോട്ടിവേഷൻ അസസ്മെൻറ്റ് സ്കെയിൽ, MAS. മോട്ടിവേഷൻ അസസ്മെൻറ്റ് സ്കെയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മാർക്ക് ഡ്യൂറൻറ്റ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ്. അത് ഉപയോഗിക്കുന്നത് യൂസ് ടു ദ ഫങ്ഷൻസ് ഓഫ് പ്രോബ്ലം ബിഹേവിയർ ഇൻ ഇൻഡിവിജ്വൽ,
ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 16 ക്വസ്റ്റ്യൻസ് വിത്ത് 4 സബ് സ്കെയിൽ. 4 സബ് സ്കെയിലുകളിലായിട്ട് 16 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. അതിൽ ഓരോന്നിലും 4 വീതം ഉണ്ടാകും. അതിൻ്റെ ടൈപ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അറ്റൻഷൻ, എസ്കേപ്പ്, സെൻസറി, ടെഞ്ചിബിൾസ്. ഇങ്ങനെയുള്ള 4 ഭാഗങ്ങളായിട്ടാണ് അതിനെ തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മോട്ടിവേഷൻ അസസ്മെൻറ്റ് സ്കെയിൽ നമുക്ക് ഏത് രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് ഈച്ച് ക്വസ്റ്റ്യൻ ഹാസ് 6 റെസ്പോൺസ് ഓപ്ഷൻസ്. ഏതൊരു ക്വസ്റ്റ്യനും 6 റെസ്പോൺസ് ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ നെവർ എന്ന് പറയുന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാകും, ഓൾമോസ്റ്റ് നെവർ, സെൽഡം, ഹാഫ് ദ ടൈം, യൂഷ്വലി, ഓൾമോസ്റ്റ് ഓൾവേസ് ആൻഡ് ഓൾവേസ്. അപ്പം നെവർ ആണെങ്കിൽ 0 ആണ്, ഓൾമോസ്റ്റ് നെവർ ആണെങ്കിൽ 1 ആണ്. ആ രീതിയിൽ അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പം ഓൾവേസ് ആണെന്നുണ്ടെങ്കിൽ 6 മാർക്കാണ് അതിലുണ്ടാകുക. സ്കോർസ് ആസ് കാൽക്കുലേറ്റഡ് ബൈ സമ്മിങ് ദ ഐറ്റംസ് റേറ്റിംഗ് ആൻഡ് കാൽക്കുലേറ്റിംഗ് ദ മീൻ റേറ്റിംഗ്. അതിൽ മുഴുവനായിട്ട് കൂട്ടി തന്നെ മീൻ എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ എത്രത്തോളം ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഹൈ സ്കോർസ് മീൻസ് ദാറ്റ് ദോസ് ഫങ്ഷൻ മേ ബി മെയിൻറ്റെയിനിങ് ദ ഇൻഡിവിജ്വൽസ് പ്രോബ്ലം ബിഹേവിയർ. അടുത്ത് പറയുന്നത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ സ്കെയിലാണ്. ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ സ്കെയിൽ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹാവ് ബീൻ കൺസ്ട്രക്റ്റഡ് ഓൺ ദ പാറ്റേൺ ഓഫ് ആറ്റിറ്റ്യൂഡ് മോട്ടിവേഷൻ സ്കെയിൽ. അതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ സ്കെയിൽ എന്ന് പറയുന്നത്. അതിൽ ഡോക്ടർ NK ദത്ത്, ഡോക്ടർ KG രാട്ടോഗി എന്ന് പറയുന്ന 2 ആളുകളാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്പേഴ്സ് ഓഫ് പാർട്ട്ലി കംപ്ലീറ്റഡ് സെൻറ്റൻസസ് ഇൻ ദിസ് ടെസ്റ്റ്. അപ്പോൾ ഈ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ സ്കെയിൽ മറ്റുള്ള സ്കെയിലുകളെ പോലെയല്ല, എന്നാലും ഇതേപോലെ മറ്റുള്ള പോലെ തന്നെ കുറേ 30 ഐറ്റംസ് മറ്റേത് തന്നിട്ടുള്ള ഐറ്റംസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകും. ഇതിൽ 30 ഐറ്റംസ് ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. ഓൾ ദ ഐറ്റംസ് ഹാവ് ടു ബി ആൻസേർഡ്. എല്ലാത്തിൻ്റെയും ഉത്തരം എഴുതണം എന്നുള്ളതാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് റെസ്പോൺസ് ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ദ റിലേറ്റീവ് ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്കെയിലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അസസ്മെൻറ്റ് ടൂൾസിലെ അടുത്ത ഒരു ടോപ്പിക്കാണ് ഇൻട്രസ്റ്റ് ഇൻവെൻട്രി. ഇൻട്രസ്റ്റ് ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇൻട്രസ്റ്റ് ഒരു കാര്യത്തോട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇൻട്രസ്റ്റ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ഇൻ ലാറ്റിൻ ദ വേർഡ് ഇൻട്രസ്റ്റ് മീൻസ് ഇറ്റ് കൺസേൺസ് ഓർ ഇറ്റ് മാറ്റേഴ്സ്. ഇൻട്രസ്റ്റ് is the feeling that prompts us to spontaneous activity. According to Bingham, an interest is a tendency to become absorbed in an experience and to continue it. ഇതാണ് ബിങ്ഹാം എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞിട്ടുള്ളത്. പല കാര്യങ്ങൾക്കും പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ആളുകൾക്ക് ഉണ്ടാവുക. എല്ലാവർക്കും ഒരേപോലെ ഒരു കാര്യത്തോട് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇതിൽ ആദ്യം പറയുന്ന ഒരു ടൈപ്പ് ക്ലീറ്റൺസ് വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി ആണ് പറയുന്നത്. ദിസ് ഇൻവെൻട്രി കണ്ടെയ്ൻസ് സെപ്പറേറ്റ് ഫോംസ് ഫോർ മെൻ ആൻഡ് വിമൻ. ദ ഫോം ഫോർ മെൻ കണ്ടെയ്ൻസ് എ ടോട്ടൽ ഓഫ് 360 ഐറ്റംസ് ടു ബി ചെക്ക്ഡ് ആൻഡ് 40 ക്വസ്റ്റ്യൻസ് ടു ബി ആൻസേർഡ് ഇൻ യെസ് ഓർ നോ. 630 എണ്ണം ടോട്ടലുണ്ട്. അതിൽ 40 ക്വസ്റ്റ്യൻസും 630 മറ്റ് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ് ഈ ക്ലീറ്റൻസ് എന്ന് പറയുന്ന ഒരാൾ ഈ വൊക്കേഷണൽ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള ഒരു കാര്യം. ദെൻ നെക്സ്റ്റ് വൺ ലീ തോപ്പ് ഒക്യുപ്പേഷണൽ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി. ദിസ് ഇൻവെൻട്രി കൺസിസ്റ്റ് ഓഫ് 120 ഐറ്റംസ് ഹാവിംഗ് പ്രിഫറൻസ്ഡ് ഇൻ കപ്ലെറ്റ്സ് ആൻഡ് അഡീഷണൽ 33 ഹാവിംഗ് പ്രിഫറൻസ്ഡ് in triplets. It measures interest in 6 occupational fields: business, arts, natural, personal, social and sciences. ഈ രീതിയിലൊക്കെ ഒക്യുപ്പേഷണൽ പരമായിട്ട് ഒരാൾക്ക് ഇൻട്രസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലീ തോപ്സ് ഒക്യുപ്പേഷണൽ ഇൻട്രസ്റ്റ് ഇൻവെൻട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് സ്റ്റീവാർട്ട് ആൻഡ് ബ്രെയ്നാർഡ് സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഇൻവെൻട്രി. പേര് പോലെ തന്നെ സ്പെസിഫിക് ഇൻട്രസ്റ്റ് ഇൻവെൻട്രി ആണത്. ദർ ആർ 4 ഫോംസ് അവൈലബിൾ, 1 ഈച്ച് ഫോർ മെൻ, ബോയ്സ്, വിമൻ ആൻഡ് ഗേൾസ്. അങ്ങനെ 4 ഫോംസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ദ ഫോംസ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ് ആർ മെൻറ്റ് ഫോർ ഏജ് ഗ്രൂപ്പ് 10 to 16, 10 മുതൽ
16 വരെയുള്ള വയസ്സിനിടയിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും. ഈച്ച് ഫോം കണ്ടെയ്ൻസ് 100 ക്വസ്റ്റ്യൻസ് ആൻഡ് ദ ക്വസ്റ്റ്യൻസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 20 ഗ്രൂപ്പ്സ്. ഈച്ച് ഗ്രൂപ്പ് ഡീൽസ് വിത്ത് വൺ ടൈപ്പ് ഓഫ് ഇൻട്രസ്റ്റ്. ഓരോ ഗ്രൂപ്പും ഓരോ ഇൻട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഇൻവെൻട്രിയുമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.